ട്രോഫി ജലമേളയ്ക്കായി പുന്നമടയൊരുങ്ങി. 24 മണിക്കൂറിന് ശേഷം കരിനാഗങ്ങളെപ്പോലെ തീ പാറുന്ന പോരാട്ടവുമായി ചുണ്ടൻ വള്ളങ്ങൾ പുന്നമടയിലെത്തും. 1150 മീറ്റർ ദൈർഘ്യമുള്ള 4 ട്രാക്കുകളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 4 ലക്ഷത്തോളം പേർ മത്സരം നേരിട്ട് കാണുന്നതിനായി എത്തിച്ചേരുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. 21 ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ ചുണ്ടൻ വള്ളങ്ങളും മിനുക്കുപണികൾക്കായി ഇപ്പോൾ ഓരോ കരക്കാരും കരയിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. ശനിയാഴ്ച പുലർച്ചയോടെ ഓരോ ചുണ്ടനുകളും മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പൂർണ്ണസജ്ജമായി പുന്നമടക്കായലിലെത്തും. 2 മാസം വരെ നീണ്ട പരിശീലനങ്ങൾക്കൊടുവിലാണ് ചുണ്ടൻ വള്ളങ്ങൾ തങ്ങളുടെ കൈക്കരുത്തുമായി പുന്നമട ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക. ചുണ്ടൻ വള്ളങ്ങളുടെ തീപാറുന്ന മത്സരങ്ങൾ കാണാൻ വിദേശീയരടക്കമുള്ള വിനോദസഞ്ചാരികൾ ഇപ്പോൾ തന്നെ പുന്നമടക്കായലിന് സമീപമുള്ള ഹോട്ടലുകളിൽ എത്തിക്കഴിഞ്ഞു. ഓണത്തിന് മുൻപായി നടക്കുന്ന മത്സര വള്ളംകളി ടൂറിസം മേഖലയ്ക്കേറെ ഗുണം ചെയ്യുമെന്ന് ടൂറിസം മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന റമദ ഹോട്ടൽ ഉടമ റജി ചെറിയാൻ പറയുന്നു. ടൂറിസ്റ്റുകൾ എല്ലാം ഇപ്പോൾ നമ്മുടെ ഹോട്ടൽ ഓൾമോസ്റ്റ് ഫുള്ളാണ്. ആ ഒരു ദിവസമാണെങ്കിലും ഈ അടുത്ത ഒരാഴ്ച നമുക്ക് വളരെ നല്ല ഒരു സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഒത്തിരി ഗസ്റ്റുകൾ വരുന്നുണ്ട്, വളരെയധികം ബുക്കിങ്ങുകൾ വരുന്നുണ്ട്. നമ്മുടെ റൂം ആ ഒരു ദിവസം എല്ലാം ഫുള്ളാണ്. ഇപ്പം തന്നെ എൻ്റെ സുഹൃത്താണിത് UAE നിന്ന് ഒരു ബോട്ട് റേസ് എന്ന് പറയാൻ നമ്മുടെ വള്ളംകളി പ്രേമിയാണ്. ഇപ്പം 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വള്ളംകളി കാണുവാൻ വരുന്നത്. അത്ര സദീഖ് കൈഫാദാ زين وايد زين ان شاء الله يجي مشان رجل شريان شوف مال ريسنج بوت ان شاء الله هي ون ان شاء الله يجي نمبر 1. 3 ലക്ഷത്തിലധികം വരുന്ന കാണികളാവും പുന്നമടക്കായലിൻ്റെ ഇരുകരകളിലും ഇത്തവണ നെഹ്റു ട്രോഫി മത്സരം കാണാൻ എത്തിച്ചേരുക. രാവിലെ 11 മണിയോടെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. 2 മണിയോടുകൂടിയായിരിക്കും ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിക്കുക. ഇതിലേറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഫിനിഷ് ചെയ്ത 4 ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. മത്സരങ്ങൾക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.